നമസ്കാരം. പ്രധാന വാർത്തകൾ. പട്ടാമ്പി ആമയൂരിൽ വാഹനാപകടം. സ്വകാര്യ ബസും മിനി ലോറിയും കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് വളാഞ്ചേരിയിൽ നിന്നും പട്ടാമ്പിയിലേക്ക് വന്ന ബസ്. മണ്ണാർക്കാട് ഇതര സംസ്ഥാന തൊഴിലാളി കുത്തേറ്റ് മരിച്ച സംഭവം. കൊലയിൽ കൂടുതൽ പ്രതികളില്ലെന്ന് പോലീസ്. കൃത്യം ചെയ്തത് സുഹൃത്ത് സുരേഷ് ഗഞ്ചു ഒറ്റയ്ക്കെന്ന് പോലീസ്. അറസ്റ്റിലായ ഇയാളെ റിമാൻഡ് ചെയ്തു. ശ്രീകൃഷ്ണ ജയന്തി നാടെങ്ങും വർണ്ണാഭമായി ആഘോഷിച്ചു. രാധാകൃഷ്ണ വേഷമണിഞ്ഞ ബാലികാ ബാലന്മാർ അണിനിരുന്ന ശോഭായാത്രകൾ നാടിനെ അമ്പാടിയാക്കി മാറ്റി. ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും വിപുലമായ പരിപാടികൾ. ഒറ്റപ്പാലത്തെ കായിക പ്രേമികൾക്ക് ആഹ്ലാദിക്കാം. താലൂക്ക് ആസ്ഥാനത്ത് സ്റ്റേഡിയം നിർമ്മിക്കാൻ ഭരണാനുമതിയായി. 10 കോടി രൂപ ചെലവിലാണ് മൾട്ടിപർപ്പസ് സ്റ്റേഡിയം വരിക. താഴേക്കോട് പഞ്ചായത്തിൽ പാണമ്പിയിൽ ആരംഭിച്ച കുടുംബശ്രീ ജനകീയ ഹോട്ടൽ അടച്ചുപൂട്ടി. പഞ്ചായത്തിൽ നിന്നും ആനുകൂല്യം ലഭിക്കാത്തതിനെ തുടർന്ന് 6 ലക്ഷത്തോളം രൂപ കടബാധ്യതയെന്ന് നടത്തിപ്പുകാർ. ഓഡിറ്റിംഗിൽ അപാകത കണ്ടെത്തിയതിനെ തുടർന്നാണ് ഹോട്ടൽ പൂട്ടിയതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. വിശദമായ വാർത്തകളിലേക്ക്. പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ ആമയൂരിൽ സ്വകാര്യ ബസും മിനി ലോറിയും കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്ക്. തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിയോടെയായിരുന്നു അപകടം. ഇവരെ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. മിനി ലോറിയിലുണ്ടായിരുന്ന മലപ്പുറം കോട്ടക്കൽ സ്വദേശികളായ അൻഷീദ്, ഷിബി, ബസ് യാത്രക്കാരായ കൊപ്പം സ്വദേശി നാരായണൻ, പാടൂർ കാവശ്ശേരി സ്വദേശിനി രജിത എന്നിവർക്കാണ് പരിക്ക് പറ്റിയത്. ഇവരെ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിയോടെയായിരുന്നു അപകടമുണ്ടായത്. വളാഞ്ചേരി ഭാഗത്തു നിന്നും പട്ടാമ്പിയിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസും പട്ടാമ്പി ഭാഗത്തു നിന്നും കൊപ്പം ഭാഗത്തേക്ക് പോകുകയായിരുന്ന മിനി ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. ആമയൂർ MES കോളേജിന് സമീപത്ത് വെച്ചായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട മിനി ലോറി ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നുവെന്നാണ് പറയുന്നത്. പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. മണ്ണാർക്കാട് ഇതര സംസ്ഥാന തൊഴിലാളി കുത്തേറ്റ് മരിച്ച സംഭവം. കൊലയിൽ കൂടുതൽ പ്രതികളില്ലെന്നും വാക്കുതർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും പോലീസ്. കുത്തേറ്റ് മരിച്ച അരവിന്ദ് കുമാറിന്റെ സുഹൃത്ത് ജാർഖണ്ഡ് സ്വദേശി സുരേഷ് ഗഞ്ചുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളെ റിമാൻഡ് ചെയ്തു. വാക്കടപ്പുറത്തെ പൈനാപ്പിൾ തോട്ടത്തിൽ ജോലിക്കെത്തിയ ജാർഖണ്ഡ് ജാണ്ടുവ സ്വദേശി അരവിന്ദ് കുമാർ ശനിയാഴ്ചയാണ് മദ്യക്കുപ്പി കൊണ്ട് കുത്തേറ്റ് കൊലപ്പെട്ടത്. കഴുത്തിന് സാരമായി കുത്തേറ്റ അരവിന്ദ് കുമാറിനെ ശനിയാഴ്ച പുലർച്ചെ 12 മണിയോടെ കാരകുർശിയിലെയും വട്ടമ്പലത്തെയും ആശുപത്രികളിലും പിന്നീട് മഞ്ചേരി മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചെങ്കിലും മരിച്ചു. സംഭവത്തിൽ ജാർഖണ്ഡ് സ്വദേശിയും കൂടെ ജോലി ചെയ്യുന്ന ആളുമായ സുരേഷിനെ മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. സുരേഷ് ശരിയായി ജോലി ചെയ്യുന്നില്ലെന്ന് അരവിന്ദ് തോട്ടം ഉടമയെ അറിയിക്കുകയും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് പറയുകയും ചെയ്തതുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ വെള്ളിയാഴ്ച രാത്രി വാക്കുതർക്കം നടന്നു. ഇതിനിടെയാണ് മദ്യക്കുപ്പി കൊണ്ട് അരവിന്ദിന് കുത്തേറ്റത്. സംഭവത്തിനു ശേഷം മറ്റൊരു മുറിയിൽ ഉറങ്ങുകയായിരുന്ന മറ്റു തൊഴിലാളികളായ ഹർപ്രീത്, വികാസ്, പങ്കജ് എന്നിവരെ വിവരം അറിയിക്കുകയും ഇവർ തോട്ടം ഉടമ ജോമേഷിനെയും അറിയിച്ചു. ഇവർ ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത്. അരവിന്ദ് നാട്ടിലെ സുഹൃത്തിനോട് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കെ കുപ്പി കൊണ്ട് സ്വയം കുത്തിയെന്നാണ് ആദ്യം പുറത്തു വന്ന വിവരം. സംഭവത്തിൽ സംശയം തോന്നിയ പോലീസ് കൂടെയുണ്ടായിരുന്നവരെ ചോദ്യം ചെയ്തതോടെയാണ് സുരേഷിനെ നിരീക്ഷണത്തിലാക്കിയത്. കൊലയിൽ കൂടുതൽ പ്രതികളില്ലെന്നും വാക്കുതർക്കമാണ് കൊലയിലേക്ക് നയിച്ചതെന്നും മണ്ണാർക്കാട് പോലീസ് അറിയിച്ചു. താലൂക്ക് ആസ്ഥാനമായ ഒറ്റപ്പാലത്ത് സ്റ്റേഡിയം നിർമ്മിക്കാനുള്ള ഭരണാനുമതിയായി. 2021-2022 വർഷത്തെ ബജറ്റിൽ നിന്നുള്ള 10 കോടി രൂപ ചെലവിലാണ് സ്റ്റേഡിയം ഉയരുക. കായിക പ്രേമികളുടെ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഒറ്റപ്പാലത്ത് സ്റ്റേഡിയം നിർമ്മാണത്തിന് വഴി തെളിയുന്നു. ഒറ്റപ്പാലം സർക്കാർ ഭദ്ര വിദ്യാലയത്തിലെ മൈതാനത്തിലാണ് സ്റ്റേഡിയം ഉയരുക. 1 ഏക്കറിലേറെ വിസ്തൃതിയുള്ള സ്ഥലത്ത് 10 കോടി രൂപ ചെലവിലാണ് ഒറ്റപ്പാലം സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. ഭിന്നശേഷിക്കാരെ കൂടി കണക്കിലെടുത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള മൾട്ടിപർപ്പസ് സ്റ്റേഡിയമാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. റാമ്പ് സൗകര്യത്തോടെ ഇൻഡോർ ഗെയിംസ് കളിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും സ്റ്റേഡിയത്തിലുണ്ടാകും. 2 ബാസ്കറ്റ്ബോൾ കോർട്ട്, 6 ഷട്ടിൽ ബാഡ്മിന്റൺ കോർട്ടുകൾ, 4 വോളിബോൾ കോർട്ടുകൾ തുടങ്ങിയവയാണ് ഒരുക്കുക. ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ വിസ്തീർണം 2157.12 ചതുരശ്ര മീറ്ററാണ്. മരത്തിൽ തീർക്കുന്ന രീതിയിലാണ് കോർട്ടുകൾക്ക് നിലമൊരുക്കുന്നത്. വസ്ത്രം മാറാനുള്ള മുറി, കോൺഫറൻസ് ഹാൾ, ഓഫീസ് മുറി തുടങ്ങിയവയും സ്റ്റേഡിയത്തിലുണ്ടാകും. ഏകദേശം 1000 കാണികൾക്ക് കളി കാണുവാനുള്ള സൗകര്യവും ഈ സ്റ്റേഡിയത്തിൽ ഒരുക്കുന്നുണ്ട്. ഇതുകൂടാതെ ചുറ്റുമതിൽ, സോളാർ സംവിധാനം, വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം തുടങ്ങിയവയും ഉണ്ടാകും. 2013 ഒറ്റപ്പാലത്തൊരു ഇൻഡോർ സ്റ്റേഡിയം എന്ന ആശയം ഉയരുന്നത്. ശ്രീകൃഷ്ണ ജയന്തി നാടെങ്ങും വർണ്ണാഭമായ പരിപാടികളോടെ ആഘോഷിച്ചു. രാധാകൃഷ്ണ വേഷമണിഞ്ഞ ബാലികാ ബാലന്മാർ അണിനിരുന്ന ശോഭായാത്രകൾ നാടിനെ അമ്പാടിയാക്കി മാറ്റി. ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും പരിപാടികളും നടന്നു.
Rama Hare 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 Krishna 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 Hare Hare ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മദിനമായ അഷ്ടമി രോഹിണി നാളിൽ ബാലഗോകുലത്തിന്റെയും വിവിധ ക്ഷേത്രങ്ങളുടെയും നേതൃത്വത്തിൽ വർണ്ണാഭമായ പരിപാടികളാണ് നാടെങ്ങും സംഘടിപ്പിച്ചത്. രാധയുടെയും കൃഷ്ണന്റെയും വേഷമണിഞ്ഞ ബാലികാ ബാലന്മാർ അണിനിരന്ന ശോഭായാത്രകൾ നാടിനെ അമ്പാടിയാക്കി മാറ്റി. വാദ്യഘോഷങ്ങളുടെയും ഫ്ലോട്ടുകളുമായും നൃത്തനൃത്യങ്ങളുടെയും എല്ലാം അകമ്പടിയോടെയായിരുന്നു ശോഭായാത്രകൾ. നാമജപങ്ങളുമായി ഭക്തജനങ്ങളും ശോഭായാത്രയിൽ പങ്കെടുത്തു. ചെറുപ്പശ്ശേരി, നെല്ലായ, വല്ലപ്പുഴ, പുലിക്കലൂർ എന്നിവിടങ്ങളിലും ശോഭായാത്രകൾ സംഘടിപ്പിച്ചു. ചെറുപ്പശ്ശേരിയിൽ ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും അണിനിരുന്ന ശോഭായാത്ര പൂത്തനാൽക്കൽ ക്ഷേത്ര പരിസരത്തു നിന്നും ടൗണിലൂടെ അയ്യപ്പൻകാവിൽ സമാപിച്ചു. ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ രാവിലെ പ്രത്യേക പൂജകൾ, വഴിപാടുകൾ, ഗോപൂജ എന്നിവയും ഉണ്ടായി. പട്ടാമ്പി പടിഞ്ഞാറേമഠം ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്കാണ് അഷ്ടമി രോഹിണി നാളിൽ അനുഭവപ്പെട്ടത്. രാവിലെ വിശേഷാൽ പൂജകൾ, മേളത്തിന്റെ അകമ്പടിയോടെ ശീവേലി എന്നിവ ഉണ്ടായി. വൈകിട്ട് ശോഭായാത്രകൾ ക്ഷേത്രത്തിൽ സംഗമിച്ചു. ശ്രീകൃഷ്ണ ജയന്തി വിപുലമായാണ് പട്ടാമ്പി പടിഞ്ഞാറേമഠം ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ആഘോഷിച്ചത്. രാവിലെ വിശേഷാൽ പൂജകൾ, മേളം, ശീവേലി, ഗോപൂജ എന്നിവ ഉണ്ടായി. ക്ഷേത്രം തന്ത്രിമാർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ഉച്ചയ്ക്ക് പ്രസാദകൂട്ടും ഉണ്ടായി. വൈകിട്ട് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ശോഭയാത്രകൾ മേലെ പട്ടാമ്പിയിൽ സംഗമിച്ച ശേഷം മഹാശോഭയാത്രയായി ക്ഷേത്രത്തിൽ സമാപിച്ചു. ചുണ്ടമ്പറ്റ കൊടിക്കുന്ന് ക്ഷേത്രം, വെള്ളാഞ്ചേരി ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നിവിടങ്ങളിൽ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് രാവിലെ ശോഭായാത്രകൾ സംഘടിപ്പിച്ചു. രാധ, കൃഷ്ണ വേഷമണിഞ്ഞ ബാലികാ ബാലന്മാർ, ഭക്തജനങ്ങൾ എന്നിവർ ശോഭായാത്രയിൽ അണിനിരന്നു. വിശേഷാൽ പൂജകൾ, നാമജപം എന്നിവയും ഉണ്ടായി. ചെർപ്പശ്ശേരി വീരമംഗലം വൃന്ദാവൻ നഗർ ശ്രീകൃഷ്ണ ഭജന മഠത്തിൻ്റെ നേതൃത്വത്തിലും ശ്രീകൃഷ്ണ ജയന്തി വിപുലമായി ആഘോഷിച്ചു. കൃഷ്ണ, രാധാ വേഷമണിഞ്ഞ കുട്ടികൾ അണിനിരന്ന ശോഭായാത്ര വർണ്ണക്കാഴ്ചയായി. വിവിധ കലാപരിപാടികളും ഉണ്ട്.
വല്ലപ്പുഴയിൽ വിവിധ മേഖലകളിൽ ശ്രീകൃഷ്ണ ജയന്തി വിപുലമായി ആഘോഷിച്ചു. കുറുവട്ടൂർ പരപ്പൻകല്ല് ഫ്രണ്ട്സ് ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുഞ്ഞുകുറിശ്ശിയിൽ നിന്ന് ആരംഭിച്ച കുറുവട്ടൂർ ശ്രീരാം ബാലഗോകുലത്തിൻ്റെയും കുറുവട്ടൂർ ശ്രീരാമക്ഷേത്രം ശ്രീരാം ബാലഗോകുലത്തിൻ്റെയും ശോഭായാത്രകൾക്ക് സ്വീകരണം നൽകി. ഉറിയടി, വിവിധ കലാപരിപാടികൾ, മധുരവിതരണം എന്നിവ ഉണ്ടായി. സുഭാഷ് ചന്ദ്രബോസ്, വാസു, കുട്ടൻ, സുമേഷ്, പ്രസന്നകുമാർ, ഷിജു, സുജേഷ്, സുന്ദരൻ, രാജൻ, കണ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ഇടവേള. വാർത്തകൾ തുടരുന്നു. താഴേക്കോട് പാണമ്പിയിൽ EMS ഹോസ്പിറ്റലിന് സമീപത്തെ കുടുംബശ്രീ ജനകീയ ഹോട്ടൽ പൂട്ടി. ഗ്രാമപഞ്ചായത്തിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കാത്തതാണ് പൂട്ടാൻ കാരണമെന്ന് നടത്തിപ്പുകാർ. എന്നാൽ ഹോട്ടൽ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ജില്ലാ കുടുംബശ്രീ വിഭാഗം നടത്തിയ ഓഡിറ്റിംഗിൽ അപാകത കണ്ടെത്തിയതിനെ തുടർന്നാണ് ഹോട്ടൽ നടത്തിപ്പുമായി മുന്നോട്ട് പോകാൻ കഴിയാഞ്ഞതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP സോഫിയ പറഞ്ഞു. 2021 ഡിസംബറിലാണ് പാണമ്പിയിൽ EMS ഹോസ്പിറ്റലിന് സമീപം ജനകീയ ഹോട്ടൽ ആരംഭിച്ചത്. 20 രൂപ നിരക്കിൽ ചോറും മറ്റ് അനുബന്ധ കറികളും ലഭിച്ചിരുന്ന ഹോസ്പിറ്റലിൽ വരുന്നവർക്കും യാത്രക്കാർക്കും വലിയ ആശ്വാസമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 7 മാസമായി ഹോട്ടൽ പ്രവർത്തിക്കുന്നില്ല. ഹോട്ടലിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്തിൽ നിന്നും ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ കിട്ടാത്തതിനെ തുടർന്ന് പൂട്ടേണ്ടി വന്നതാണെന്ന് നടത്തിപ്പുകാരിയായിരുന്ന സീനത്ത് കിഴക്കേക്കര പറഞ്ഞു. 6 ലക്ഷത്തോളം രൂപ കടബാധ്യത ഉണ്ടായതായും സീനത്ത് പറഞ്ഞു. എനിക്ക് പഞ്ചായത്തിൽ നിന്ന് ഒരു അനുകൂലം ഇല്ല, ഒരു വാടകയില്ല, ഒരു കറണ്ട് ബില്ലും ഇല്ല, ഓരോ സഹായങ്ങളൊന്നുമില്ല. ആ കാരണത്താൽ ഞാൻ 3 വർഷം ഓരോ സഹായം ഇല്ലാതെ ഞാൻ കൊണ്ടാടിയിട്ട് എനിക്ക് 6 ലക്ഷം ഉറുപ്പിയോളം എനിക്ക് കടം വന്നു. ചില രാഷ്ട്രീയ നീക്കങ്ങളാണ് ഹോട്ടലിന് ആനുകൂല്യങ്ങൾ കിട്ടാതിരിക്കാൻ കാരണമെന്ന് മുൻ CDS ചെയർപേഴ്സണായിരുന്ന സാബിക സത്താറും ആരോപിച്ചു. അവർ മറ്റുള്ള ഗ്രൂപ്പ് അംഗങ്ങളോട് ഞാൻ ആ ഗ്രൂപ്പിലുള്ളിടത്തോളം കാലം പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ആനുകൂല്യങ്ങളും പ്രതീക്ഷിക്കണ്ട, സാബിക്ക എന്നൊരു വ്യക്തിയെ മാറ്റി നിർത്തിയാൽ മാത്രമേ അവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ എന്നുള്ള ഒരു സംസാരം അവരോട് പലരും വന്ന് സംസാരിച്ചതായിട്ട് അവർ എന്നോട് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മാറി നിന്ന് മിനിറ്റ്സ് രേഖപ്പെടുത്തി എല്ലാ കണക്കുകളും കാര്യങ്ങളും ക്ലിയർ ആക്കിക്കൊണ്ട് ഞാൻ അവിടുന്ന് ഗ്രൂപ്പിൽ നിന്ന് മാറി നിന്നു. മറ്റുള്ളവർക്ക് നടത്താനുള്ള സമ്മതം നൽകിക്കൊണ്ട് ഞാൻ ആ ഗ്രൂപ്പിൽ നിന്ന് വിട്ടു. പക്ഷേ അവർ സീനത്ത് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു അത് തുടർന്ന് നടത്തിക്കൊണ്ടുപോയത്. പക്ഷേ സീനത്തിന് അത് 2 വർഷം നടത്തിയപ്പോഴേക്കും ഒരു വമ്പിച്ച ഒരു കടബാധ്യതയിലൂടെ അവർ അത്രയും പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ജനകീയ ഹോട്ടൽ പൂട്ടാനുള്ള അവസ്ഥ. കാരണം എന്നാൽ ഗ്രാമപഞ്ചായത്ത് വലിയ പ്രോത്സാഹനമാണ് ഹോട്ടലിന് നൽകിയിരുന്നതെന്നും ഹോട്ടൽ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ജില്ലാ കുടുംബശ്രീ വിഭാഗം നടത്തിയ ഓഡിറ്റിംഗിൽ അപാകത കണ്ടെത്തിയതിനെ തുടർന്നാണ് ഹോട്ടൽ നടത്തിപ്പുമായി മുന്നോട്ടു പോകാൻ കഴിയാത്തതെന്നുമാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP സോഫിയ നൽകുന്ന വിശദീകരണം. രാഷ്ട്രീയമായ മറ്റ് ഇടപെടലുകളൊന്നും ഇക്കാര്യത്തിൽ ഇല്ലെന്നും പ്രസിഡന്റ് പറഞ്ഞു. പിന്നെ എൻ്റെ ഒരു ഓർമ്മയിൽ അന്ന് എന്തൊക്കെ ക്രമക്കേടുകൾ ആ ഒരു കുടുംബശ്രീയുടെ ഹോട്ടലിൻ്റെ പ്രവർത്തനത്തിൽ കണ്ടെത്തിയെന്നാണ് എൻ്റെ ഓർമ്മ. അതിൻ്റെ ഓഡിറ്റും മറ്റു കാര്യങ്ങളും പഞ്ചായത്തിൽ വെച്ച് നടന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാത്രമാണ് ഭരണസമിതി അങ്ങനെ ഒരു തീരുമാനം എടുക്കാതിരുന്നത്. അല്ലാതെ അതിൽ രാഷ്ട്രീയപരമായിട്ടൊന്നുമില്ല. പിന്നെ നമ്മുടെ അതിനൊരു അന്വേഷണ കമ്മിറ്റിയൊക്കെ വെച്ചിട്ട് അത് അന്വേഷിക്കാനൊക്കെ ഒരു തീരുമാനമൊക്കെ എടുത്തിരുന്നു. പക്ഷേ വലിയ രീതിയിലുള്ള അപാകതയാണ് വന്നത്. നമുക്കത് സ്ത്രീകൾ നടത്തുന്ന ഒരു സംരംഭമാണ്. അപ്പം അതിന് പ്രോത്സാഹിപ്പിക്കുകയാണ് ഏത് രാഷ്ട്രീയ വിഭാഗമാണെങ്കിലും ചെയ്യേണ്ടത്. ജനകീയ ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞാൽ അതിലൊന്നും രാഷ്ട്രീയം കാണിക്കേണ്ടതില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ അങ്ങനെ ചെയ്തിട്ടില്ല, രാഷ്ട്രീയമല്ല അതിൽ. പക്ഷേ അതിൽ വലിയൊരു ക്രമക്കേട് തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ്, അല്ലാതെ മറ്റുള്ള നമ്മുടെ താല്പര്യങ്ങളൊന്നും അതിൽ കാത്തു സൂക്ഷിക്കാനുള്ളൊരു ഇതുണ്ടായിട്ടില്ല. അതെ, കുടുംബശ്രീ അതോറിറ്റി അവരുടെ കീഴിൽ തന്നെയാണ് ഓഡിറ്റിങ്ങും മറ്റു കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടായത്. അപ്പോൾ ഓഡിറ്റിങ് അവരുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ്.
അവർ കുടുംബശ്രീയിൽ നിന്ന് നേരിട്ട് മലപ്പുറത്ത് നിന്ന് അവർ വന്നുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ്. അല്ലാണ്ട് നമ്മുടെ പഞ്ചായത്തായിട്ടുള്ള യാതൊരുവിധ ബന്ധവും ഇതിനില്ല. നമ്മൾ പഞ്ചായത്തിലേക്ക് ഭരണസമിതി ഒരു തീരുമാനം എടുത്ത് കൊടുക്കാമെന്നേ ഉള്ളൂ. പക്ഷെ നമ്മളത് തീരുമാനം വെച്ചിട്ടില്ല എന്നേ ഉള്ളൂ, ബോർഡിൽ വെച്ചിട്ടില്ല. വയ്ക്കാതിരുന്നത് ഇങ്ങനെ ഒരു അപാകത അതിലുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. മണ്ണാർക്കാട്ടെ ആദ്യ ഹൈസ്കൂളായ KTM ഹൈസ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷം ബുധനാഴ്ച തുടങ്ങും. രാവിലെ 10:30 VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1925 ഹയർ എലമെന്ററി സ്കൂളായി ആരംഭിച്ച സ്കൂൾ 1949 ഹൈസ്കൂളായി ഉയർത്തിയത്. മണ്ണാർക്കാട് നായർ തറവാട്ടിലെ താത്തുണ്ണിമുപ്പിൽ നായരാണ് സ്കൂളിന്റെ സ്ഥാപകൻ. മണ്ണാർക്കാട് മേഖലയിലെ ആദ്യത്തെ ഹൈസ്കൂളാണിത്. പാലക്കാടിനും പെരിന്തൽമണ്ണയ്ക്കും ഇടയിലുണ്ടായിരുന്ന ഏക ഹൈസ്കൂളും KTM ആയിരുന്നു. 100 വർഷം 120 വർഷമൊക്കെ പിന്നിട്ട LP സ്കൂളുകളും UP സ്കൂളുകളും നമ്മുടെ സബ് ജില്ലയിൽ ധാരാളമുണ്ട്. പക്ഷേ ഹൈസ്കൂൾ എന്ന നിലയിൽ 75 വർഷം പൂർത്തിയാക്കുന്ന ആദ്യത്തെ ഒരു വിദ്യാലയമാണ് KTM ഹൈസ്കൂൾ. കാരണം 75 വർഷം മുമ്പാണ് മണ്ണാർക്കാട്ട് ഹൈസ്കൂൾ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത്. അതിനു മുമ്പ് മറ്റുള്ള പ്രാഥമിക വിദ്യാലയങ്ങളൊക്കെ പലതും ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് മണ്ണാർക്കാടിൻ്റെ വിദ്യാഭ്യാസ ചരിത്രത്തിലെ വലിയ നാഴികക്കല്ലാണ്. കാരണം സാധാരണക്കാരന് ഹൈസ്കൂൾ വിദ്യാഭ്യാസം അപ്രാപ്യമായിരുന്ന ഒരു കാലത്താണ് വലിയൊരു ദീപസ്തംഭം പോലെ ഈ വിദ്യാലയം വരുന്നത്. അത് കഴിഞ്ഞപ്പോൾ 75 വർഷം പൂർത്തിയാക്കുന്നു. അപ്പോൾ ഈ 75 വർഷം പൂർത്തിയാക്കുന്ന കാലഘട്ടത്തിൽ നമ്മളുടെ പഴയകാല വിദ്യാഭ്യാസ ചരിത്രത്തെക്കുറിച്ചും മണ്ണാർക്കാടിൻ്റെ വിദ്യാഭ്യാസ രംഗത്തുണ്ടായിരുന്ന അന്നത്തെ ഒരു പരിതാപകരമായ അവസ്ഥയെക്കുറിച്ചുമൊക്കെ ഒന്ന് വിചിന്തനം ചെയ്യാനുള്ള അവസരമായിട്ട് ഈ ആഘോഷം മാറും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ആയിരക്കണക്കിന് പേർക്ക് വിദ്യ പകർന്ന സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി വിപുലമായി ആഘോഷിക്കാനാണ് സംഘാടക സമിതി തീരുമാനിച്ചിരുന്നത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഘോഷയാത്ര ഉൾപ്പെടെയുള്ള പരിപാടികൾ ഒഴിവാക്കി. വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെ സ്വരൂപിച്ച വയനാട് ദുരിതാശ്വാസ തുക ചടങ്ങിൽ MP-ക്ക് കൈമാറും. ആഘോഷങ്ങളുടെ ഭാഗമായി സ്കൂളിലേക്ക് ചെയർ ചലഞ്ചും നടത്തുന്നുണ്ട്. ഒരു പൂർവ്വ വിദ്യാർത്ഥി കുറഞ്ഞത് ഒരു ചെയറിന്റെ തുകയായ 500 രൂപ നൽകുന്നതാണ് ചലഞ്ച്. സ്ഥാപക മാനേജറുടെ മകൻ ഡോക്ടർ P. ശ്രീകുമാർ പതാക ഉയർത്തും. ചെയർ ചാലഞ്ച് എന്ന് പറയുമ്പോൾ ഓരോ പൂർവ്വ വിദ്യാർത്ഥികൾക്കും തങ്ങളുടെ സ്കൂളിന് വേണ്ടി ഒരു സംഭാവന നൽകുന്നതിനുള്ള ഒരു അവസരമായി, ഇതൊരു ധനസമാഹരണത്തിന് വേണ്ടി മാത്രമുള്ളൊരു കാര്യമല്ല. നാം പഠിച്ച സ്കൂളിനെ നമ്മൾ സ്മരിക്കുന്നതിന് വേണ്ടി ആ സ്കൂളിലേക്ക് എൻ്റെ വക ഒരു കസാല എന്ന രൂപത്തിൽ ഒരു ചെയർ ചാലഞ്ച് കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഈ സ്കൂളിൻ്റെ ഈ പരിപാടികൾക്കും ഇനി വരുന്ന പരിപാടികൾക്കൊക്കെ ആവശ്യമുള്ള ചെയറുകൾ, ഒരു കസാല 500 രൂപ എന്ന രൂപത്തിൽ കണക്കാക്കിക്കൊണ്ട് ഒരു ചെയർ ചാലഞ്ച് കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളും ഈ ഉദ്യമവുമായി സഹകരിക്കണമെന്നും 500 രൂപ അതിനുവേണ്ടി പ്രത്യേക അക്കൗണ്ടൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഗിരീഷ് മാസ്റ്റർ പേരിലുള്ള അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് Google Pay വഴി അയച്ചു കൊടുത്തുകൊണ്ട് തങ്ങളുടെ സ്കൂളിൻ്റെ ഒരു സ്മരണ നിലനിർത്തുന്ന രൂപത്തിൽ ഇതിൻ്റെ ഈ ചടങ്ങിൽ, ഈ പ്ലാറ്റിനം ജൂബിലി ആഘോഷ പരിപാടികളിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് ഒരിക്കൽ. സംഘാടക സമിതി ചെയർമാൻ M. പുരുഷോത്തമൻ അധ്യക്ഷത വഹിക്കും. ഡിസംബർ വരെ വിവിധ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. സംഘാടക സമിതി ചെയർമാൻ M. പുരുഷോത്തമൻ, സുവനീർ കൺവീനർ KPS പൈനേടം, പ്രധാന അധ്യാപകൻ AK മനോജ് കുമാർ, PTA പ്രസിഡന്റ് KV അമീർ, സ്റ്റാഫ് സെക്രട്ടറി VS ഗിരീഷ്, കൺവീനർമാരായ KP രാമനാഥൻ, സക്കീർ മുല്ലയ്ക്കൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. INTUC ഒറ്റപ്പാലം റീജിയണൽ കൺവെൻഷനും ജില്ലാ പ്രസിഡന്റ് സ്വീകരണവും കടമ്പഴിപ്പുറം അഴിയന്നൂർ AUP സ്കൂളിൽ നടന്നു. KPCC മീഡിയ കൺവീനർ P. സരീൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് വേതനം 400 രൂപയും തൊഴിൽ ദിനങ്ങൾ 150 ആക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. നമുക്ക് പരസ്പരം അറിയുക എന്നുള്ള രീതിയിലുള്ള INTUC എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അഭിമാനബോധത്തോടുകൂടി മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ്. ഇപ്പോൾ വലിയ സന്തോഷം നൽകുന്ന കാര്യം, കോൺഗ്രസിന് ഇവിടെ 10 മണ്ഡലം കമ്മിറ്റികളാണ് ഈ നിയോജക മണ്ഡലത്തിലുള്ളത്. ആ 10 മണ്ഡലം കമ്മിറ്റികളിൽ നിന്നും INTUC പ്രതിനിധികളും അവിടുത്തെ തൊഴിലാളികളും ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരു മണ്ഡലത്തിൽ നിന്ന് പോലും വരാത്തവരില്ല. അതുതന്നെ വിവിധ രീതിയിലുള്ള മോട്ടോർ തൊഴിലാളികളാകട്ടെ, സിൽക്കിലെ തൊഴിലാളികളാവട്ടെ, ചുമട്ട് തൊഴിലാളികളാവട്ടെ, ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് യൂണിയന്റെ തൊഴിലാളികളാവട്ടെ, ഇനിയിപ്പോൾ നമ്മൾ തുടങ്ങേണ്ടുന്ന തൊഴിലുറപ്പ് തൊഴിലാളി പ്രസ്ഥാനം, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള രീതിയിലുള്ള ആളുകളെല്ലാം പങ്കെടുത്തിരിക്കുന്ന ഒരു സമ്മേളനമാണ് ഇവിടെ. ഇത് നിരന്തരം നിലനിർത്തി പോകാനുള്ള ഒരു സംവിധാനം നമുക്ക് ഉണ്ടാകണം. ആ സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഒറ്റപ്പാലത്തെ INTUC ശക്തി പ്രാപിക്കേണ്ടത്. ഒറ്റപ്പാലം റീജിയണൽ പ്രസിഡന്റ് ജോജോ പൂമരത്തിങ്കൽ അധ്യക്ഷത വഹിച്ചു. INTUC ജില്ലാ പ്രസിഡന്റ് SK അനന്തകൃഷ്ണന് യോഗത്തിൽ സ്വീകരണം നൽകി. NK ജയരാജൻ, സുരേഷ് തെങ്ങിൻതോട്ടം, അഭിലാഷ് ചന്ദ്രൻ, P. ഗിരീശൻ, VN കൃഷ്ണൻ, സന്തോഷ് കൊല്ലിയാനി, PA കമറുദ്ദീൻ, വിനോദ് മണ്ഡഴി, സിൽവി ജോൺ, നാരായണൻ, മുരളീധരൻ, അജ്മൽ, ജിത്തു,
രതീഷ് വാഗട, അജയ് കൊളക്കാടൻ, ഷാഹുൽ ഹമീദ്, തുപ്രിയ തുടങ്ങിയവർ സംസാരിച്ചു. മണ്ണാർക്കാട് തെങ്കര മണലടി ജനജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. മണലടി സെന്ററിൽ നടത്തിയ പരിപാടിയിൽ പ്രദേശവാസികളായ 100 കണക്കിന് പേർ പങ്കെടുത്തു. മുൻ ഡെപ്യൂട്ടി സ്പീക്കർ ജോസ് ബേബി ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. മണ്ണാർക്കാട് താലൂക്കിൽ ഭയപ്പെടുത്തുന്ന രൂപത്തിലാണ് ലഹരി മാഫിയയുടെ പ്രവർത്തനമെന്ന് ഉദ്ഘാടനം നിർവഹിച്ച ജോസ് ബേബി പറഞ്ഞു. കഞ്ചാവും ചരസും അതുപോലെ ഇപ്പൊക്കെ അത് മാറി 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 പുതിയ സാധനങ്ങൾ ഇപ്പോൾ നമ്മുടെ നാക്കിനടിയിലും വിരളിനടിയിലും എന്താ പറയാ നമ്മുടെ ഈ നഖത്തിനിടയിൽ പോലും കൊണ്ടു നടക്കുന്ന സാധനങ്ങൾ, ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ ഇപ്പോൾ പുതിയ തലമുറ അത് ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണ്. എവിടെയാണ് നമ്മുടെ സമൂഹം പോയി എത്തിച്ചേരുക എന്നുള്ളത് അധ്യക്ഷൻ ഇവിടെ പറഞ്ഞതൊരു യാഥാർത്ഥ്യമാണ്. മണ്ണാർക്കാട് താലൂക്കിൽ നമ്മൾ കെട്ടുകേൾവില്ലാത്ത തരത്തിൽ വലിയ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള സമീപകാലത്തെ ഇത്തരം ലഹരി മാഫിയയുടെ ഒരു പ്രവർത്തനം കണക്കില്ലാത്ത തരത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മുടെ മക്കൾ, നമ്മുടെ പിഞ്ചുകുട്ടികൾ, നമ്മുടെ പേരക്കുട്ടികൾ, നമ്മുടെ അടുത്ത തലമുറയിലെ കുട്ടികളെ ഒക്കെ ഇതിനടിമകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ജനജാഗ്രതാ സമിതി പ്രസിഡന്റ് കെ ഖാലിദ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പി എ റിഷാദ്, എം വിനോദ് കുമാർ, ടി കെ സുബ്രഹ്മണ്യൻ, വി വി ഷൗക്കത്ത് അലി, ടി എ സലാം, പഞ്ചായത്ത് അംഗം രാജിമോൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. മണലടി ജനജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ വളണ്ടിയർ ടീം രൂപീകരിച്ചു. ചെർപ്പളശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമിന്റെയും വനിതാ ശിശുവികസന വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ലിംഗവിവേചന ആക്രമണങ്ങൾക്കും ചൂഷണങ്ങൾക്കുമെതിരെ സമത്വ ജ്വാല സംഘടിപ്പിച്ചു. ജെൻഡർ പാർലമെന്റ് ചേർന്ന് സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾക്കെതിരെ പ്രമേയവും അവതരിപ്പിച്ചു. NSSന്റെ ദ്വിദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായിട്ടാണ് സമത്വ ജ്വാല സംഘടിപ്പിച്ചത്. ക്യാമ്പിന്റെ ഭാഗമായി വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കാൻ വേണ്ടി NSS വളണ്ടിയേഴ്സ് ക്ലീനിംഗ് ലോഷൻ നിർമ്മിച്ച് വിപണനം ചെയ്ത് സാമ്പത്തിക വിഭവ സമാഹരണം നടത്തി. ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ സുഗതം പദ്ധതിയിലൂടെ സൗജന്യ ആയുർവേദ ചികിത്സയും മരുന്നു വിതരണവും ക്യാമ്പിന്റെ ഭാഗമായി നടത്തി. ചെറുപ്പശ്ശേരി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ ഡോക്ടർമാരായ S. സുരഭി, ഗ്രീഷ്മ, നദ്ദ എന്നിവർ ആയുർവേദ ക്യാമ്പിന് നേതൃത്വം നൽകി. ക്യാമ്പിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി. രാമചന്ദ്രൻ നിർവഹിച്ചു. വൈസ് ചെയർപേഴ്സൺ C. കമലം, കൗൺസിലർമാരായ K. T. മണികണ്ഠൻ, K. സൗമ്യ, PTA പ്രസിഡന്റ് ഷാജി പാറക്കൽ, പ്രിൻസിപ്പൽ T. P. ജയകുമാർ, പ്രോഗ്രാം ഓഫീസർ K. K. ജൗഹർ, കരിയർ ഗൈഡൻസ് കോർഡിനേറ്റർ K. സന്തോഷ്, വളണ്ടിയേഴ്സുമാരായ T. അമൽ, ഷിദിയാൻ, നിരഞ്ജന KS, M. ആരബി, K. K. അംന, കുമാരി അഭിരാമി, ഫാത്തിമ ഫിദ VT, അശ്വിൻ V, സഫ്ന KP എന്നിവർ സംസാരിച്ചു. ഒറ്റപ്പാലം വരോട് KPS MM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ NSS ദ്വിദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി വയനാടിന് കൈത്താങ്ങാവാൻ ധനസമാഹരണാർത്ഥം 200 കൈത്തറി തോർത്തുകൾ വിദ്യാർത്ഥികൾ വിൽപ്പന നടത്തി. ലഭിച്ച തുക NSS സ്റ്റേറ്റ് സെൽ വീട് നിർമ്മിച്ച് നൽകുന്ന പദ്ധതിയിലേക്ക് കൈമാറും. NSS ദ്വിദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായാണ് വയനാടിന് കൈത്താങ്ങേകാൻ ധനസമാഹരണാർത്ഥം 200 കൈത്തറി തോർത്തുകൾ വിൽപ്പന നടത്തിയത്. വിൽപ്പനയിലൂടെ ലഭിച്ച തുക NSS സ്റ്റേറ്റ് സെൽ വീട് നിർമ്മിച്ച് നൽകുന്ന പദ്ധതിയിലേക്ക് കൈമാറും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിന്റെ ഭാഗമായി 100 വീടുകൾക്ക് തുണിസഞ്ചിയും നൽകി. സ്കൂൾ PTA പ്രസിഡന്റ് സബിത മണികണ്ഠൻ അധ്യക്ഷയായി. ഒറ്റപ്പാലം പോലീസിന്റെ നേർവഴി പദ്ധതിയുടെ ഭാഗമായി കൗമാരം അറിയേണ്ടതെല്ലാം എന്ന വിഷയത്തിൽ R. ഗണേഷ് കൈലാസ് ക്ലാസ് എടുത്തു. ഒറ്റപ്പാലം നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷൻ K. അബ്ദുൽ നാസർ ക്യാമ്പിൽ സമത്വ ജ്വാലയ്ക്ക് തിരികൊളുത്തി. യോഗ മാസ്റ്റർ P. ഹരിദാസ് വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകി. ട്രാഫിക് SIമാരായ PV സുഭാഷ്, വിനോദ് B. നായർ, പ്രിൻസിപ്പൽ C. രാജേഷ് കുമാർ, പ്രോഗ്രാം ഓഫീസർ TP പ്രദീപ് കുമാർ, K. കൃഷ്ണദാസ്, TV സന്ധ്യാദേവി, L. ഇന്ദിര, വളണ്ടിയർ ലീഡർമാരായ അഭിഷേക് കൃഷ്ണൻ, സോന കൃഷ്ണ എന്നിവർ സംസാരിച്ചു. അമ്പലപ്പാറ മുരുക്കുംപറ്റയിൽ K. കരുണാകരൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉദ്ഘാടനവും SSLC +2 പരീക്ഷകളിൽ സമ്പൂർണ്ണ A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കലും കാരുണ്യ പ്രവർത്തകരെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. മുൻ MLA AV ഗോപിനാഥ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. മുരുക്കുംപറ്റയിലാണ് K. കരുണാകരൻ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചത്. മുൻ MLA AV ഗോപിനാഥ് പരിപാടി ഉദ്ഘാടനം ചെയ്തു.
എനിക്കിന്ന് അത്യാവശ്യമായി രാവിലെ 10 മണിക്ക് ഞാൻ ഉദ്ഘാടനം ചെയ്യേണ്ട മറ്റൊരു പരിപാടി നടത്തുന്നതാണ് ഞാനിവിടെ വന്നത്. CK കരുണാകരൻ്റെ പേരിൽ ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയും അതിൽ പങ്കെടുക്കണം എന്ന് സംഘാടകർ പറയുകയും ചെയ്തപ്പോൾ മനസ്സിന് എന്തോ ഒരു വേദന. തുടർന്ന് SSLC, +2 പരീക്ഷകളിൽ സമ്പൂർണ്ണ A+ നേടിയ വിദ്യാർത്ഥികളെ മൊമന്റോ നൽകി അനുമോദിച്ചു. കൂടാതെ കാരുണ്യപ്രവർത്തകരെയും ആദരിക്കുകയും ചെയ്തു. ട്രസ്റ്റ് ചെയർമാൻ CT സലീം അധ്യക്ഷനായി. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T ശശികുമാർ മുഖ്യാതിഥിയായി. ഉന്നത വിദ്യാഭ്യാസം എങ്ങനെയാവണം എന്ന വിഷയത്തിൽ TV കൃഷ്ണപ്രകാശ് ക്ലാസ് എടുത്തു. K രവീന്ദ്രൻ, രാമദാസ്, T ഗോപാലകൃഷ്ണൻ, അജിത് വർമ്മ, ഗൗതം രാമകൃഷ്ണൻ, ഹംസ മുളയ്ക്കൽ, സയ്യിദ് അൽവി, ശ്രീല സതീശൻ, ശ്രീകുമാരൻ തുടങ്ങിയവരും പങ്കെടുത്തു. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ. അന്തസ്സുറ്റ പരിചരണം വീടുകളിൽ തന്നെ എന്ന മുദ്രാവാക്യത്തോടെ അരികെ എന്ന പേരിൽ എടത്തനാട്ടുകര പാലിയേറ്റീവ് കെയർ സൊസൈറ്റി നടത്തുന്ന രോഗി പരിചരണ പരിശീലനം പൊൻപാറ സെന്റ് വില്യംസ് ചർച്ചിലും സംഘടിപ്പിച്ചു. ചർച്ച് വികാരി ധനേഷ് കാളൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കിടപ്പ് രോഗി പരിചരണ പരിശീലനമാണ് നൽകിയത്. കുളിപ്പിക്കൽ, ഓക്സിജൻ സിലിണ്ടർ കൈകാര്യം ചെയ്യൽ, എയർബഡ് ഉപയോഗിക്കൽ, മാനസിക പിന്തുണ, യൂറിനൽ, റൈസ് ട്യൂബുകൾ മാറ്റൽ, രോഗികളുടെ മാനസിക സാമൂഹിക പ്രശ്നങ്ങൾ അറിയൽ തുടങ്ങിയ കാര്യങ്ങളിലാണ് പരിശീലനം നൽകിയത്. പാലിയേറ്റീവ് നഴ്സ് ഷംന, റഹീസ് എടത്തനാട്ടുകര എന്നിവർ പ്രായോഗിക ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ചർച്ച് വികാരി ധനേഷ് കാളൻ ഉദ്ഘാടനം ചെയ്തു. പാലിയേറ്റീവ് ഭാരവാഹികളായ K സജി, ഗഫൂർ ജാലിയൻ, പത്മജൻ പിലാച്ചോല, വനിതാ വിംഗ് സെക്രട്ടറി TP സൈരബ, അമീർ മഠത്തൊടി, K തോമസ്, ലിസി ജേക്കബ്, K സണ്ണി തുടങ്ങിയവർ പങ്കെടുത്തു. പൊൻപാറ ഇടവകയിലെ നിരവധി ആളുകൾ എത്തിയിരുന്നു. ആഗോള സംരംഭക കൂട്ടായ്മയായ BNI ചെർപ്പളശ്ശേരി ചാപ്റ്ററിൻ്റെ ഉദ്ഘാടനം ചൊവ്വാഴ്ച നടക്കും. ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും ചടങ്ങിൽ നടക്കുമെന്ന് ചാപ്റ്റർ പ്രതിനിധികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആഗോള സംരംഭക കൂട്ടായ്മയായ BNIയുടെ പാലക്കാട് റീജിയണിന്റെ 11ാമത്തെ ചാപ്റ്ററാണ് ചെർപ്പളശ്ശേരിയിൽ ആരംഭിക്കുന്നത്. ചൊവ്വാഴ്ച രാവിലെ 8 മണിക്ക് ചൈതന്യ ഓഡിറ്റോറിയത്തിൽ വെച്ച് BNI പാലക്കാട് എക്സിക്യൂട്ടീവ് ഡയറക്ടർ CP അബ്ദുൽ സലാം ഉദ്ഘാടനം നിർവഹിക്കും. ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും ചടങ്ങിൽ നടക്കും. 25ലധികം സംരംഭങ്ങൾ ചേർന്നാണ് ചെർപ്പളശ്ശേരിയിൽ BNI ചാപ്റ്ററിന് രൂപം നൽകിയിരിക്കുന്നതെന്ന് പാലക്കാട് എക്സിക്യൂട്ടീവ് ഡയറക്ടർ CP അബ്ദുൽ സലാം, ചാപ്റ്റർ പ്രസിഡന്റ് പ്രതീഷ് വാസ്തേവ്, സെക്രട്ടറി ഷീജ സജയ്, കുമാരൻ KM എന്നിവർ അറിയിച്ചു. നിർമ്മാതാക്കളും വിതരണക്കാരും അതുപോലെ സമസ്ത മേഖലയിലുള്ള ബിസിനസ്സുകാരും കൃത്യമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കുക വഴി നമ്മൾക്ക് കുറഞ്ഞ സമയം കൊണ്ട് വേഗതയിലും അന്താരാഷ്ട്ര നിലവാരമുള്ള പ്രൊഡക്റ്റുകളും സേവനങ്ങളും നമ്മൾക്ക് ചെറിയ സിറ്റിയിലടക്കം, ഇപ്പോൾ ചെർപ്പളശ്ശേരി പോലെയുള്ള സ്ഥലങ്ങളിലടക്കം ഉപഭോക്താക്കൾക്ക്, പൊതുജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അത് വേഗത്തിലെന്ന് പറയുമ്പോൾ ഇപ്പോൾ വികസിത രാജ്യങ്ങളിലൊക്കെയുള്ള പല സംവിധാനങ്ങളും എന്ന് പറഞ്ഞാൽ സേവനങ്ങളും പ്രൊഡക്റ്റുകളും നമ്മൾക്ക് ഇതേപോലെയുള്ള നമ്മൾ ചെറിയ പട്ടണങ്ങൾക്കൊക്കെ പെട്ടെന്ന് തന്നെ എത്തിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. ചുരുങ്ങിയ വിലക്ക് അല്ലെങ്കിൽ ചുരുങ്ങിയ സമയം കൊണ്ട് കാര്യങ്ങൾ നമ്മൾക്ക് നടപ്പിലാക്കാൻ പറ്റുന്നു എന്നുള്ളതുമാണ്. ഇന്ന് ആഗോള കുത്തകകളുടെ കിടമത്സരത്തിൽ ശരിക്കും ചെറുകിട സംരംഭകർ പെട്ടുഴലുകയാണ്. അവിടെ ഏക ഒരു രക്ഷ എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ BNI തന്നെയാണ്. ഇവിടെ ചെർപ്പളശ്ശേരിയും 25 സംരംഭകർ ചേർന്നുകൊണ്ടാണ് ഈ പുതിയ ചാപ്റ്റർ ഇവിടെ തുടങ്ങുന്നത്. നാളെ രാവിലെ ചൈതന്യ കൺവെൻഷൻ സെൻറ്ററിലാണ് ഉദ്ഘാടനം. 7:30 മണിക്ക് നിങ്ങളെല്ലാവരും വരണം. ഓൾ കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷൻ ഒറ്റപ്പാലം പട്ടാമ്പി താലൂക്ക് ജനറൽ ബോഡിയും ഭരണസമിതി തെരഞ്ഞെടുപ്പും നടന്നു. ജില്ലാ പ്രസിഡന്റ് PT മോഹനൻ പള്ളിക്കാട് ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് KK പങ്കജാക്ഷൻ അധ്യക്ഷനായി. സ്റ്റേറ്റ് സെക്രട്ടറി L കുമാരൻ, ജില്ലാ സെക്രട്ടറി A ബാബു, താലൂക്ക് സെക്രട്ടറി P മോഹൻദാസ്, റിജിൽ P എന്നിവർ പങ്കെടുത്തു. P മോഹൻദാസിനെ പ്രസിഡന്റായും AG സമദനെ സെക്രട്ടറിയായും P റിജിലിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. വളരെ സഹകരണത്തോടും വളരെ സ്നേഹത്തോടും എല്ലാവരും കാണുമ്പോൾ ചിരിക്കുന്ന ഒരു സ്വഭാവം ആണ് നമുക്ക് വേണ്ടത്. പരസ്പരം പഴിചാരുക, കുറ്റം പറയുക, പരാതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുക, വാട്സപ്പിലാണെങ്കിലും വ്യക്തിപരമായിട്ടും ഫോൺ വിളിച്ചിട്ടും അങ്ങനെയുള്ള കംപ്ലൈന്റുകൾ ഒഴിവാക്കിക്കൊണ്ട് നല്ലൊരു പ്രവൃത്തി കാഴ്ചവെക്കണം എന്നാണ് എൻ്റെ നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ താലൂക്കിൽ ഞാൻ വർഷങ്ങളായിട്ട് അവിടെ പ്രസിഡന്റായി നിൽക്കുക മാത്രമല്ല, അവിടെ ഓരോ വർഷം കൂടുമ്പോഴും ഞങ്ങൾ വർഷത്തിൽ 2
ടൂർ പോകാറുണ്ട്. ഒരു ബസ് ഏൽപ്പിച്ച 50,000 ഒരു ബസ് ഏൽപ്പിച്ച ഒരാളോ രണ്ടാളോ മുന്നിട്ട് പോകേണ്ട ഗതികേടാ. പ്രധാന വാർത്തകൾ വീണ്ടും. പട്ടാമ്പി ആമയൂരിൽ വാഹനാപകടം. സ്വകാര്യ ബസും മിനി ലോറിയും കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് വളാഞ്ചേരിയിൽ നിന്നും പട്ടാമ്പിയിലേക്ക് വന്ന ബസ്. മണ്ണാർക്കാട് ഇതര സംസ്ഥാന തൊഴിലാളി കുത്തേറ്റ് മരിച്ച സംഭവം. കൊലയിൽ കൂടുതൽ പ്രതികളില്ലെന്ന് പോലീസ്. കൃത്യം ചെയ്തത് സുഹൃത്ത് സുരേഷ് ഗഞ്ചു ഒറ്റയ്ക്കെന്ന് പോലീസ്. അറസ്റ്റിലായ ഇയാളെ റിമാൻഡ് ചെയ്തു. ശ്രീകൃഷ്ണ ജയന്തി നാടെങ്ങും വർണ്ണാഭമായി ആഘോഷിച്ചു. രാധാകൃഷ്ണ വേഷമണിഞ്ഞ ബാലികാ ബാലന്മാർ അണിനിരുന്ന ശോഭായാത്രകൾ നാടിനെ അമ്പാടിയാക്കി മാറ്റി. ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും വിപുലമായ പരിപാടികൾ. ഒറ്റപ്പാലത്തെ കായിക പ്രേമികൾക്ക് ആഹ്ലാദിക്കാം. താലൂക്ക് ആസ്ഥാനത്ത് സ്റ്റേഡിയം നിർമ്മിക്കാൻ ഭരണാനുമതിയായി. 10 കോടി രൂപ ചെലവിലാണ് മൾട്ടിപർപ്പസ് സ്റ്റേഡിയം വരിക. താഴേക്കോട് പഞ്ചായത്തിൽ പാണമ്പിയിൽ ആരംഭിച്ച കുടുംബശ്രീ ജനകീയ ഹോട്ടൽ അടച്ചുപൂട്ടി. പഞ്ചായത്തിൽ നിന്നും ആനുകൂല്യം ലഭിക്കാത്തതിനെ തുടർന്ന് 6 ലക്ഷത്തോളം രൂപ കടബാധ്യതയെന്ന് നടത്തിപ്പുകാർ. ഓഡിറ്റിംഗിൽ അപാകത കണ്ടെത്തിയതിനെ തുടർന്നാണ് ഹോട്ടൽ പൂട്ടിയതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.